ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ബാക്ക് പാക്കർ അരുണിമ ഇപ്പോഴത്തെ വിവാദമായിട്ട് വന്നിരിക്കുന്ന രണ്ട് മൂന്ന് വാർത്തകളിൽ ഒന്ന് അതാണല്ലോ അല്ലേ. എല്ലാ യൂട്യൂബർമാരും എടുത്ത് വെച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്, അല്ലാതെ കുറേ പേര് ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇട്ടിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് ഇങ്ങനെ എയറിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് 26 വയസ്സുള്ള അരുണിമ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടി. അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും പുതിയ കാര്യങ്ങൾ പൊട്ടിമുളച്ച് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് ഡിലേ ആയിപ്പോയി. പക്ഷെ ഇപ്പോൾ എല്ലാം കേട്ട് എല്ലാം കണ്ടതിന് ശേഷം ഇതിനെ പറ്റിയിട്ട് രണ്ട് വാക്ക് പറയണം എന്ന് വിചാരിച്ചു. കാരണം വേറൊന്നുമല്ല, ഇതേപോലെ ഇന്ത്യ വിട്ട് മറ്റു പല രാജ്യങ്ങളിലും ജീവിച്ച് അവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, അവിടുത്തെ എല്ലാ കൾച്ചറുകളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഇതിനെ പറ്റിയിട്ടും കൂടെ രണ്ട് വാക്ക് പറയണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ അരുണിമേനെ ഇപ്പോൾ അറിയാത്തവരായിട്ട് നമ്മുടെ മലയാളികളായിട്ട് ഉള്ള ആരും ഉണ്ടാവില്ലായിരിക്കും. ഇപ്പോൾ അത്രയ്ക്ക് വിവാദത്തിൽ ഇങ്ങനെ എയറിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണല്ലോ. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുക്കി പറയാം, അതായത് ഈ കുട്ടി പല പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ട് അവിടുത്തെ വീഡിയോസ് കാര്യങ്ങൾ, അതായത് ഈ കുട്ടിയുടെ ഒരു പാഷൻ എന്ന് പറയുന്നത് അവള് കഴിയുന്നത്ര രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള അത്രയും രാജ്യങ്ങളെ സന്ദർശിച്ചിട്ട് അതൊരു മെമ്മറബിൾ മൊമെന്റ് ആക്കി അത് നമ്മളെയും കൂടെ കാണിച്ചു തരുന്നുണ്ട്. അവർ വീഡിയോസ് ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്ത് അതുകൊണ്ട് കിട്ടുന്ന വരുമാനം വെച്ചിട്ടൊക്കെയാണ് ഈ കുട്ടി ഇതുപോലെ ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഹിച്ച് ഹൈക്കിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇത് എത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രാവൽ മെത്തേഡ് ആണെന്നുള്ളത്. അതിനെ പറ്റിയിട്ട് ഞാൻ ഇവിടെ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ചു നോക്കുന്ന സമയത്ത് മനസ്സിലാവും അത്രയ്ക്ക് റിസ്ക് എടുത്തിട്ടാണ് ഈ കുട്ടി ഇതേപോലെ യാത്ര ചെയ്യുന്നത്. അതിപ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾക്കൊക്കെ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമുക്ക് സ്വയമായിട്ട് രാത്രിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 6 മണിക്ക് ശേഷം പുറത്തിറങ്ങി നടക്കാൻ പോലും, നമ്മുടെ നാട്ടിൽ പോലും പുറത്തിറങ്ങി നടക്കാൻ പേടിക്കുന്ന ഒരവസ്ഥയിലാണ് 26 വയസ്സ് മാത്രം ഉള്ള ആ ഒരു കുട്ടി ഇതേപോലെ ലോകരാജ്യങ്ങൾ മൊത്തം ചുറ്റി സഞ്ചരിച്ച് അത് വീഡിയോ ആക്കി അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പാഷൻ എന്ന് പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇതൊരു ലഹരിയാണ്. അതായത് ഇത് ഇങ്ങനെ ട്രാവൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനോട് അഡിക്ഷൻ ആയി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും, എന്ത് റിസ്ക്കും എടുക്കാനായിട്ട് തയ്യാറാവുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഫേമസ് ആയിട്ടുള്ള ഈ രണ്ട് പേരാണ്, മാഹീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആൺകുട്ടി, പിന്നെ അരുണിമ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെൺകുട്ടി. അപ്പോൾ ഇവരെടുക്കുന്ന ആ ഒരു റിസ്കിനും അല്ലെങ്കിൽ ആ ഒരു കറേജ്, ആ ഒരു ധൈര്യത്തിനൊക്കെ നമ്മൾ എത്ര ഇവരെ അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല എന്നുള്ള പക്ഷക്കാരി തന്നെയാണ് ഞാൻ. കാരണം എനിക്കൊന്നും ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടവും വലവും പുറകിലും മുമ്പിലൊക്കെ ആള് വേണം. കാരണം രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന ഒരു സമയത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം നമ്മളെ പുറകിലേക്ക് വലിക്കും. ആ ഒരു സമയത്താണ് ഈ കുട്ടി ആഫ്രിക്ക പോലെയുള്ള അത്രയും ഭീകരമായിട്ട് നമ്മൾ കരുതുന്ന അങ്ങനത്തെ ഒരു അത്രയും ക്രൈം റേറ്റ്സും കാര്യങ്ങളും എല്ലാം ഉള്ള ഒട്ടും തന്നെ സേഫ്റ്റി ഇല്ലാത്തൊരു രാജ്യമാണ് ആഫ്രിക്ക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെയുള്ള രാജ്യത്ത് പോലും പോയി തിരിച്ചു വന്ന് ഇപ്പോൾ ലാസ്റ്റായിട്ട് എത്തി നിൽക്കുന്നത് അമേരിക്കയിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു വിവാദമായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇതേപോലെ അമേരിക്കയിൽ അല്ലെങ്കിലും അമേരിക്കയോട് അടുത്ത് നിൽക്കുന്ന കൾച്ചർ കാര്യങ്ങളൊക്കെ ഉള്ള കൺട്രീസിലാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ജീവിച്ചു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയിട്ട് കുറേ ഞാൻ വീഡിയോസ് കണ്ടു, കുറേ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരുടെ കണ്ടു, ഈ കുട്ടിയുടെ തന്നെ വീഡിയോസ് എടുത്ത് കണ്ടു. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും കണ്ടതാണ് അരുണിമയുടെ ഈ വീഡിയോസിലൂടെ. അതായത് ജോർജ് എന്ന് പറയുന്ന 70 വയസ്സിന് മേളിൽ പ്രായമുള്ള ഒരു അങ്കിളാണ് അരുണിമയുടെ അടുത്ത് എപ്പോഴാണ് US-ലേക്ക് വരുന്നത്, US-ലോട്ട് വരുമ്പോൾ കോൺടാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് എല്ലാവിധ സപ്പോർട്ടുകളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഈ ഒരു കൺട്രിയിലേക്ക് ഉള്ള ആ ഒരു ട്രാവലിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു ഇതിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ്, അതായത് നമ്മൾ വേറൊരു രാജ്യത്തേക്ക് മാറുമ്പോൾ അവിടെ നമ്മളുടെ അക്കോമഡേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വിസ വെക്കുന്ന സമയത്ത് തന്നെ, വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ വെക്കേണ്ടതായിട്ടുണ്ട്. അത് അമേരിക്ക കാര്യത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു അങ്കിളാണ്. എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് പിക്ക് ചെയ്ത് ആളുടെ വീട്ടിൽ താമസിച്ചു. അതായത് ഒരു തേഴ്സ്ഡേ തൊട്ട് സാറ്റർഡേ ഈവനിങ്ങിലാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. ആ ഒരു സമയം വരെ അല്ലെങ്കിൽ സാറ്റർഡേ നൈറ്റ് വരെ ആ വീട്ടിൽ കക്ഷി താമസിച്ചിട്ടുണ്ടായിരുന്നു, അരുണിമ താമസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ആരും തന്നെ അതായത് ഈ റിയാക്ഷൻ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നവർ ആരും തന്നെ മെൻഷൻ ചെയ്യാതെ പോയ ഒരു കാര്യമുണ്ട്. ന്യൂ ജേഴ്സി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആ കുട്ടി വേറൊരു സ്ഥലത്തേക്ക്, എനിക്ക് തോന്നുന്നു ന്യൂയോർക്കിലേക്ക് എങ്ങാണ്ടാണ് പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവർ ഈ ജോർജ് എന്ന് പറയുന്ന ആളുടെ അടുത്ത് ബൈ ഒക്കെ പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നു. മറ്റൊരു ടീം ഓഫ് മലയാളീസ് ഇവളെ പിക്ക് ചെയ്യാൻ, അതായത് അരുണിമേനെ പിക്ക് ചെയ്യാനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് അവർ വന്നില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ച് ആ അക്കോമഡേഷനിലേക്ക് തന്നെ തിരിച്ചു പോവാണ്, അതായത് ഈ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലോട്ട് തിരിച്ചു പോവാണെന്നുള്ളത് ആ വീഡിയോയുടെ ലാസ്റ്റ് അല്ല ഈ ഒരു ഇൻസിഡന്റ് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പറയുന്നുണ്ട്.
അപ്പം അതിൽ നിന്ന് തന്നെ നമ്മൾ ആ ഒരു കാര്യം പലരും വിട്ടുപോയിട്ടുണ്ട്. അതായത് ഇവര് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ബൈ പറഞ്ഞിട്ട് ഇവിടുന്ന് പോയതായിരിക്കും. വീണ്ടും തിരിച്ച് അങ്ങോട്ട് സാറ്റർഡേ നൈറ്റിൽ തിരിച്ച് ചെല്ലുമ്പോൾ അത് ആ വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടാകാം. അതായിരിക്കാം ഒരുപക്ഷെ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തി സംസാരിക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷേ ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്നുമുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ വന്ന സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു രണ്ടുപേരും ഇതിനകത്ത് തെറ്റുകാർ തന്നെയാണ്. കാരണം നമ്മൾ ഇവിടുത്തെ കുറച്ച് കൾച്ചേഴ്സ് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയും പുറം രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ഒരു അമേരിക്ക അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആ ഒരു കൾച്ചറിൽ വളരുന്ന കുട്ടികളും തമ്മിൽ ആനയും ആടും പോലെയുള്ള ഡിഫറൻസ് ഉണ്ടാവും. ഇനിയിപ്പോൾ അവരവിടെ ജനിച്ചു വളർന്നവരല്ലെങ്കിൽ തന്നെയും ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ ലെവൽ തൊട്ട് ഇതുപോലുള്ള രാജ്യങ്ങളിൽ വളരുന്ന കുട്ടികളുടെ സ്വഭാവം നമ്മളുടെ നാട്ടിൽ വളരുന്ന കുട്ടികളുടെ പോലെ അല്ല. കാരണം ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ് അവരെ ഒരു കിൻഡർ ഗാർഡൻ ലെവൽ തൊട്ടിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനായിട്ട് പഠിപ്പിക്കുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന കുട്ടികൾ വളരെ കുറവാണ്, അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചറിൽ വളർന്നു വന്ന കുട്ടികൾക്ക് ഇതുപോലെ അവർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് നമ്മളുടെ കൂടെ തന്നെ താമസിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ കാര്യങ്ങൾ കേട്ട് അല്ലെങ്കിൽ അവർ എടുക്കുന്ന ഡിസിഷനോട് ചേർന്ന് പോകാനായിട്ട് അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ ഒരു കൾച്ചർ ഡിഫറൻസ് ആണ്. നമ്മൾ വളരുന്ന ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വളർന്ന ചുറ്റുപാടുകളും ഇവിടെയുള്ള കൾച്ചറും തമ്മിലുള്ള ആ ഒരു വലിയൊരു വ്യത്യാസം തന്നെയാണ് ഇതിനുള്ള കാരണം. അതുപോലെ തന്നെ ഇവിടെ ഒരു 15 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെല്ലാം തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ മാറി താമസിക്കാൻ തുടങ്ങും. അവരാരും പിന്നെ നമ്മുടെ പാരൻസിന്റെ കൂടെ കടിച്ചു തൂങ്ങി അല്ലെങ്കിൽ അവരുടെ ചെലവിൽ ജീവിക്കാനായിട്ട് നിൽക്കത്തില്ല. അവരെ പഠിപ്പിക്കുന്ന ആ ഒരു രീതിയിലാണ് അവർ വളരുന്ന, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഇവർക്ക് വീടുണ്ട്, ഇവിടെ അങ്കിളും അവരുടെ വൈഫും ആണ് താമസിക്കുന്നത്. കൊച്ചുമക്കളൊക്കെ ഹോസ്റ്റലിലാണ്. അവർ വല്ലപ്പോഴും വീക്കെൻഡിൽ മാത്രമേ വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം അന്ന് ഒരു സാറ്റർഡേ ആണ്, വീക്കെൻഡ് ആയിരുന്നു. അപ്പം അവർ വന്നിട്ടുണ്ടാവും. അവർ വന്ന സമയത്ത് ഇതുപോലെ ഒരു ആളിനെ വീട്ടിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് മൺഡേ ഗസ്റ്റ് ഉണ്ട്. കാരണം ഈസ്റ്റർ ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോളേജ് സ്കൂള് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഞാൻ പലരും പറയുന്നത് കേട്ടു, നമുക്ക് ഇപ്പം നമ്മളുടെ ഫ്രണ്ട്സ് വീട്ടിലോട്ട് വരുവാണെങ്കിൽ നമ്മളുടെ കൂടെയാണ്, അതായത് ആരുടെ ഫ്രണ്ട്സ് ആണോ വരുന്നത് ആ ഒരു റൂമിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. പക്ഷേ ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് നമുക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്ന ഒരു വഴി. ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ജനിച്ചു വീണ കുഞ്ഞിനെ തൊട്ട് മാറ്റി മറ്റൊരു റൂമിൽ കിടത്തുന്ന കൾച്ചറാണ് ഇവിടെ ഉള്ളത്. അതായത് ഇപ്പോൾ നമ്മൾക്ക് ഇന്ന് ഡെലിവറി കഴിഞ്ഞു, നാളെ തൊട്ട് കൊച്ചിന് വേറൊരു റൂം, അച്ഛനും അമ്മയ്ക്കും വേറൊരു റൂം എന്നുള്ള ആ ഒരു കൾച്ചറിലാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ വളർന്നു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ർക്ക് എന്തായാലും പ്രൈവസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മളുടെ നാട്ടിലൊക്കെ നമുക്കൊരു കല്യാണം അല്ലെങ്കിൽ ഒരു മാമോദിസ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന്റെ സമയത്തൊക്കെ നമ്മളെല്ലാവരും കൂടെ ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു പായയിൽ 10 പേര് അല്ലെങ്കിൽ 15 പേര് കിടക്കും. അത് നമ്മളുടെ കൾച്ചറാണ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ശീലിച്ചുകൊണ്ടാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മളുടെ എത്ര വലിയ ഫ്രണ്ട്സ് ആയിക്കോട്ടെ നമ്മളുടെ കൂടെ ബെഡിൽ കിടക്കുക എന്ന് പറയുന്നത് ഇവർക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അതുമല്ല ഇവരുടെ ഫ്രണ്ട്സ് ആയിട്ട് വരുന്നത് മലയാളികളായിക്കോണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, മലയാളികളാവാനും ചാൻസ് ഇല്ല. കാരണം മറ്റുള്ള രാജ്യങ്ങളിലെ കുട്ടികളായിട്ടായിരിക്കും ഇവർ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നത്. അല്ലാതെ എൻ്റെ കുട്ടി മലയാളി ആയതുകൊണ്ട് ഞാൻ മലയാളി മാത്രമായിട്ടാണ് കമ്പനി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുള്ളൂ എന്നൊന്നുമില്ല. അപ്പം അതുപോലെയുള്ള ഈ ഒരു സംസ്കാരത്തിൽ വളരുന്ന കുട്ടികളെ നിങ്ങളുടെ റൂമിൽ കിടത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നത് ശുദ്ധ മണ്ടത്തരാണ്. അത് ഇവിടുത്തെ ഒരു രീതി അറിയാത്തതുകൊണ്ട് സംസാരിച്ചാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം അതും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. എത്ര പേരുണ്ടോ അവർക്കെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള റൂംസ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അതേപോലെ അവരുടെ പ്രൈവസീനെ അവരുടെ കൾച്ചറിനെ മാനിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് അവരുടെ ആ ഒരു റൂം ഒക്യുപ്പൈ ചെയ്ത് വെക്കാനായിട്ട് ഒരുപക്ഷെ അവർക്ക് സൗകര്യപ്പെട്ടിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ആ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തിറങ്ങിയപ്പോൾ അതിനകത്ത് അപ്പച്ച വെറുതെ ഇവിടെ പ്രോബ്ലംസ് ഉണ്ടാക്കരുത്, അതല്ലെങ്കിൽ ഈ ഒരു അപ്പച്ചനെ കൺട്രോൾ ചെയ്ത് സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീമെയിൽ വോയിസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പൊളൈറ്റ്നെസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ കുറച്ച് വേർഡ്സ് ഒക്കെ കുത്തിത്തിരിയെങ്കിൽ മാത്രമാണ് വരത്തുള്ളൂ. അപ്പം ഇംഗ്ലീഷ് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരാൾ മലയാളം സംസാരിക്കുമ്പോൾ അതിനകത്ത് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സംഭവം കുറച്ച് കുറഞ്ഞു പോകും. കാരണം അത് ആ വേർഡ്സിന്റെ പ്രശ്നം തന്നെയാണ്. അതേപോലെ തന്നെയാണ് മലയാളം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്ന ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അതിനകത്ത് എങ്ങനെ റെസ്പെക്ട്ഫുള്ളി സംസാരിക്കണം എന്നുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫേസ് ചെയ്യാം. അതൊക്കെ ഞാനും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് പറയുന്നത്. അതേസമയം ഇപ്പം നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇംഗ്ലീഷിൽ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് YOU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മളുടെ നാട്ടിൽ ഇപ്പം നമ്മൾ അത് എത്ര വലിയൊരാളായിക്കോട്ടെ അവരെ വിളിക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ സംബോധന ചെയ്യുമ്പം യു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് മലയാളത്തിലാവുമ്പോൾ നിങ്ങൾ, താങ്കൾ, അദ്ദേഹം, അവർ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള കുറേ വേർഡ്സ് ഉണ്ട്. അത് റെസ്പെക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇംഗ്ലീഷിൽ ഈ യു എന്നുള്ള ആ ഒരു അക്ഷരമേ ഉള്ളൂ.
അപ്പം ഇതേപോലെ കുറേ വ്യത്യാസങ്ങളുണ്ട്. അപ്പം നമ്മൾ മലയാളം അധികം യൂസ് ചെയ്ത് വശമില്ലാത്ത ആളുകൾ സംസാരിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഒരു എന്താ പറയുക, ആജ്ഞാപിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഓർഡർ ചെയ്യുന്ന പോലെയുള്ള ആ ഒരു ധ്വനി, ആ ഒരു സംഭവം അതിൽ വന്നു കയറുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. അതിനകത്ത് ആ കുട്ടികളെ കുറ്റം പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഇവിടെ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടി അരുണിമ സാറ്റർഡേ നൈറ്റിൽ തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം അവർ പറഞ്ഞിട്ടുണ്ടാവും ഒരുപക്ഷെ, അതായത് നാളെ നിങ്ങൾ വേറെ അക്കോമഡേഷൻ നോക്കണം, എനിക്ക് മൺഡേ വേറെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പം ഇത് പറഞ്ഞത് ഈ ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അല്ലാത്തത് കൊണ്ടും ഈ കൊച്ചുമോളായതുകൊണ്ടും അരുണിമയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ അരുണിമ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. അവിടെ നിന്ന് അവരെ വെല്ലുവിളിക്കുന്ന പോലെയാണ് സംസാരിച്ചിട്ട് പോയത്. അതായത് ഞാൻ 41 രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങളെപ്പോലെ ലോകം കാണാതെ കിടക്കുന്നില്ല. അതൊക്കെ അവിടെ അനാവശ്യമായിട്ടുള്ള സംസാരമായിരുന്നു. ഇപ്പൊ എത്ര തന്നെ അവർ പ്രൊവോക്ക് ചെയ്തു അല്ലെങ്കിൽ അവരുടെ സംസാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നിരുന്നാൽ തന്നെയും 3 ദിവസം നിങ്ങൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ തന്ന് നിങ്ങളെ ആ നാട് മൊത്തം ചുറ്റിക്കറങ്ങി നിങ്ങൾക്ക് അമേരിക്കയിലേക്കുള്ള എല്ലാവിധ ഹെൽപ്പും ചെയ്തു തന്ന ഒരു വ്യക്തിയും അവരുടെ ഫാമിലിയുമായിരുന്നു അത്. ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കാതെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് അവരുടെ വീടിന്റെ വീഡിയോ അടക്കം എടുത്തിട്ട് പ്രൈവസീനെ ബാധിക്കുന്ന തരത്തിലുള്ള കുറേ സ്റ്റേറ്റ്മെന്റ്സും ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്ത് പബ്ലിക്കിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നിങ്ങൾ അതിൽ ആ ഒരു കാര്യം ചെയ്തത് തെറ്റ് തന്നെയാണ്. നമുക്ക് എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും പറ്റാത്ത ഒരു തെറ്റ് തന്നെയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിന്നെ പോസ്റ്റുകളായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ തെറ്റ് തന്നെയാണ്. കാരണം ഇവർക്ക്, അതായത് ഈ ഒരു ഫാമിലിക്ക്, അമേരിക്കൻ മലയാളി ഫാമിലിക്ക് അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റുകൾ ഇടാം. അതിനൊന്നും യാതൊരു തടസ്സവും ഇല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞത് തന്നെ. പക്ഷെ ഇവരിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ ഫാമിലിനെ, അതായത് ഈ അരുണിമയുടെ ഫാമിലിനെ വലിച്ചിടുന്നു. അവര് ഹാഫ് നേക്കഡ് ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതിന്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഇവർക്ക് ഇപ്പോൾ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വീട്ടുകാര് പോസിറ്റീവ് ഒരു ഇമേജിൽ തന്നെ നിന്നേനെ, അരുണിമയ്ക്ക് ഫുൾ നെഗറ്റീവ് പോയേനെ. പക്ഷെ ഈ ഒരു കാര്യത്തെ, ഈ ഒരു പ്രവൃത്തിയോട് കൂടി തന്നെ ഇവർക്ക് രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള ആ ഒരു കാര്യമായിട്ട് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് പറയാനായിട്ട് തോന്നുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് ഞാൻ വേറൊരു റിയാക്ഷൻ വീഡിയോ കാണാനായിട്ട് ഇടയായി. ഇതിനകത്ത് മലയാളികളെ വളരെ പുച്ഛത്തോടെയാണ് ഇവർ കാണുന്നത് എന്നൊക്കെയുള്ള, അതായത് എൻ്റെ അച്ഛനും അമ്മയും സ്കൂളിൽ വിട്ടു, ആ രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതൊക്കെ ആ ഒരു കൾച്ചർ ഡിഫറൻസ് തന്നെയാണ്. കാരണം എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും ഇന്ത്യയിൽ വളരുന്ന കുട്ടികളും പുറത്ത് വളരുന്ന കുട്ടികളും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അത് ഒരാൾ നല്ലതാണോ അല്ലെ മറ്റേ ചീത്തയാണെന്നല്ല ഞാൻ പറയുന്നത്. അവർക്കത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട്. അത് എന്തൊക്കെ ആയാലും വ്യത്യാസമുണ്ട്. നമുക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ വളർന്നുകൊണ്ട് തന്നെ നമ്മൾ കുറേയൊക്കെ കടിച്ചൊതുക്കി നിൽക്കും. പക്ഷെ ഇവിടെ ഉള്ളവർ അങ്ങനെയല്ല. ഇവരെ എടുത്തടിച്ച പോലെ മറുപടി പറയും. ഇവരങ്ങനെ ഒരു പൊളൈറ്റ് അല്ലെങ്കിൽ ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള വാക്കുകളൊന്നും യൂസ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നതേ തെറ്റാണ്. അപ്പം അത് കുറച്ച് ഇപ്പം ഈ 41 രാജ്യങ്ങളൊക്കെ കണ്ടു എന്ന് പറഞ്ഞെങ്കിലും കുറച്ചൊരു എന്താ പറയുക, വിവേകം ഇല്ലായ്മ അരുണിമയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇറങ്ങണ സമയത്ത് ആ ചെയ്ത കാര്യം ഒട്ടും അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ വീടിൻ്റെയും അവരുടെ പേര്, അവര് എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് വലിച്ചഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ മെൻഷൻ ചെയ്തിരുന്ന മറ്റൊരു കാര്യമാണ് ഈ അപ്പച്ചൻ അവിടെ റെന്റ് കൊടുത്തിട്ടാണ് താമസിക്കുന്നതെന്ന്. അതാണ് നമ്മളുടെ കാര്യത്തിൽ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും ജോലി ചെയ്ത് അവർക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അതിപ്പോൾ മകളുടെ വീടാണെങ്കിലും മകന്റെ വീടാണെങ്കിലും അവർ റെന്റ് കൊടുത്ത് താമസിക്കുന്നു എന്ന് പറയുന്നത് അവർക്ക് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതല്ലാതെ ഞാൻ മലയാളിയാണ് അതുകൊണ്ട് ഞാൻ മകന്റെ ചെലവിൽ അല്ലെങ്കിൽ മകളുടെ ചെലവിൽ ജീവിക്കുമെന്നൊന്നും ഇവിടെ പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ഞാൻ UK-ലായിരുന്ന സമയത്ത് ഞാൻ ഒരു കുട്ടിയുടെ വായിന്ന് കേട്ടതാണ്, ടുമോറോ ഐ എം ഗോയിങ് ടു മൈ ഫാദേഴ്സ് ഹൗസ്. അപ്പം ഞാൻ വിചാരിച്ചു, ഫാദേഴ്സ് ഹൗസ് എന്ന് പറഞ്ഞാൽ അത് നിന്റെ തന്നെ വീടല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, നോ നോ നോ, എനിക്ക് വേറെ, എൻ്റെ വീട് വേറെ ഉണ്ട്, ഫാദറിന്റെ വീട് അത് ഫാദറിന്റെ വീടാണ്. അപ്പം അവർ ആ ഒരു 10 അല്ലെങ്കിൽ 15 വയസ്സാവുന്ന സമയത്ത് തന്നെ ഈ കുട്ടികളെ വേറൊരു ഇൻഡിവിജ്വൽ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് റെന്റ് കൊടുത്തോ അല്ലെങ്കിൽ അവിടെ റെന്റ് കൊടുത്തിട്ട് എങ്ങനെയോ താമസിച്ചോട്ടെ, അതൊന്നും അരുണിമേനെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. പിന്നെ അവർക്ക് അദ്ദേഹത്തിന് അവിടെ വോയിസ് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നാനുള്ള ഒരു കാരണവും ഇത് തന്നെയാണ്. രാത്രിയിൽ ഒരുപക്ഷെ ഇവരെ ഇറങ്ങി പോണ സമയത്തായിരിക്കും ഇത്രയും ഇഷ്യൂ ആയി എന്നൊക്കെ പുള്ളി അറിഞ്ഞിട്ടായിരിക്കും എണീറ്റ് വന്നിട്ടുണ്ടാവുക. പക്ഷെ എന്തൊക്കെ ആയാലും മൺഡേ മോർണിംഗ് ഇറങ്ങി പോകണം അല്ലെങ്കിൽ മാറിത്തരണം, വേറെ അക്കോമഡേഷൻ നോക്കണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ രാത്രി അവിടെ നിന്നുള്ള ഇറങ്ങിപ്പോക്ക് ഈ കുട്ടിക്ക് ഒഴിവാക്കായിരുന്നു. പിന്നെ ഇവർക്ക് അതൊന്നും ഒരു കുത്തിരിയല്ല. അപ്പം നമ്മളൊക്കെയാണ് രാത്രി നമ്മൾ എങ്ങോട്ട് പോകും അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു പേടി ഉണ്ടാവുക. അത് മാത്രമല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടി അന്നേരം വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അത് അപ്പോഴൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നടന്ന ഇഷ്യൂ ആണ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത് റീച്ചിന് വേണ്ടി തന്നെ അല്ലേ എന്നൊരു ഡൗട്ടും കൂടെ ഇവിടെ വരുന്നുണ്ട്. കാരണം അതല്ല, അന്ന് രാത്രി തന്നെ ആ കുട്ടിയെ അവിടുന്ന് ഇറങ്ങേണ്ട വന്നു. ഇപ്പൊ ഇവര് ഇത്രയ്ക്ക് ആ കുട്ടീനെ ഇൻസൾട്ട് ചെയ്തു അരുണിമയ്ക്ക് അവിടുന്ന് ഇറങ്ങേണ്ട വന്ന സ്ഥിതിക്ക് ആ കുട്ടി ഒന്നെങ്കിൽ ഒരു ലൈവ് പോവായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും
നമുക്ക് ഇത്രയും നെഗറ്റീവ് ആ കുട്ടിക്ക് വരില്ലായിരുന്നു. ഒരു ലൈവ് പോയി ഞാനിങ്ങനെ ഇന്ന സ്ഥലത്ത് ഇന്ന പ്രശ്നത്തിലാണ്, എന്നെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ലൈവ് പോയിരുന്നെങ്കിൽ പോലും ഇത്രയ്ക്ക് നെഗറ്റീവ് ആവില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ള മലയാളി അസോസിയേഷൻസും അമേരിക്കൻ മലയാളി അസോസിയേഷൻ, അമേരിക്കയിലൊക്കെ ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ട്, ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അല്ലാതെ നമ്മൾ എപ്പോഴും ഇപ്പോൾ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ഇവർ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ ഒരു യാത്രകൾ ചെയ്യുന്നത്, ഇതൊന്നും എല്ലാവരും മനസ്സിലാക്കിക്കോണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലും കൂടെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ബാക്കപ്പ് പ്ലാനും കൂടെ ഇല്ലാതെ ഇങ്ങനെ യാത്രയ്ക്ക് ഇറങ്ങുന്നത് എത്രത്തോളം സേഫാണ്, അല്ലെങ്കിൽ സേഫ്റ്റി എന്നുള്ള കാര്യം ഇതിനകത്ത് വരുന്നില്ല, പക്ഷെ എത്ര നല്ലതാണെന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ അതിഥി ദേവോ ഭവ ഇതൊക്കെ നമ്മുടെ നാട്ടിലേ ഉള്ളൂ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈവൻ നമ്മൾ ബന്ധുക്കളുടെ വീട്ടിൽ പോവുകയാണെങ്കിലും അവിടെ അടുത്തുള്ള ഹോട്ടലുകളിൽ റൂം ബുക്ക് ചെയ്തിട്ട് പോകുന്നവരാണ് ഇവിടെയുള്ള ഭൂരിഭാഗം മലയാളികളും. അല്ലാതെ ആരും അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ട് 1 ദിവസമോ 2 ദിവസമോ താമസിക്കുക എന്ന് പറയുന്നത് പോലും ചെയ്യാത്ത ആളുകളാണ്. ഒരു 90% മലയാളികളും അങ്ങനെ തന്നെയാണ്. നമ്മൾ അവിടെ പോകുന്നു, നമ്മൾ പകലൊക്കെ അവരുടെ കൂടെ അടിച്ചു പൊളിക്കുന്നു, രാത്രിയാകുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഹോട്ടൽ അക്കോമഡേഷനിലേക്ക് പോകുന്നു, പിറ്റേ ദിവസം വേണമെങ്കിൽ വീണ്ടും ഒത്തുകൂടുന്നു, ആ ഒരു രീതിയിലാണ്. കാരണം ഇവിടെ അത്രത്തോളം ഈ പ്രൈവസിക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന മനുഷ്യരാണ്. അതിപ്പോൾ മലയാളികളാണെങ്കിലും മറ്റു രാജ്യക്കാരാണെങ്കിലും ഇവിടുത്തെ ഒരു കൾച്ചർ ഫോളോ ചെയ്ത് വരുന്നവർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇതേപോലെ ഈ ഒരു ഫാമിലിക്ക് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയതോട് കൂടിയിട്ട് അരുണിമയ്ക്ക് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വീഡിയോ ഇപ്പം ലക്ഷക്കണക്കിന് വ്യൂസ് പോയിട്ടുണ്ട്, അതിൽ നിന്ന് നല്ല വരുമാനം കിട്ടും. കാരണം ഈ കുട്ടി പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു പൈസ യൂസ് ചെയ്തിട്ടാണ് ഇതുപോലുള്ള യാത്രകൾ നടത്തുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റീച്ച് ഇല്ലാതെ പൈസ കിട്ടത്തില്ല, അല്ലെങ്കിൽ വ്യൂസ് ഇല്ലാതെ പൈസ കിട്ടത്തില്ല. അപ്പം ഈ ഒരു കണ്ടന്റ് ഇത് ഒരു നല്ല ബെസ്റ്റ് കണ്ടന്റ് ആയിട്ട് അവർ യൂസ് ചെയ്തു, അതുവഴിയായിട്ട് നല്ല പൈസ കിട്ടും, അല്ലെങ്കിൽ വരുമാനം കിട്ടും, റീച്ച് കിട്ടും, പൈസ കിട്ടും. അതുകൊണ്ട് അടുത്ത രാജ്യം പിടിക്കാം. നെഗറ്റീവായിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇനിയിപ്പം നിങ്ങളെ ഒരു വീട്ടിൽ കയറ്റി താമസിപ്പിക്കണോ എന്നുള്ളത് മലയാളികൾ ഒന്നും കൂടെ ചിന്തിക്കും, 2 വട്ടം ചിന്തിക്കും. ഇനിയിപ്പം മറ്റൊരു രാജ്യത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇതേപോലെ ഇത്രയും നെഗറ്റീവ് ആക്കിയിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയാണല്ലോ എന്നുള്ള ഒരു ചിന്ത മലയാളികൾക്ക് ഉണ്ടാവില്ല എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം അതിനുള്ള തെളിവാണ് ഈ കമന്റ് ബോക്സിൽ വന്ന് നിറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഓരോ വീഡിയോസിൻ്റെയും കമന്റ് ബോക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുപോലും അതിനകത്ത് പോസിറ്റീവായിട്ട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 or 2 ആണ്, ബാക്കി മുഴുവനും നെഗറ്റീവായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം അത് തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിനകത്ത് അറിയാൻ വയ്യാതെ ഇരുന്നവരൊക്കെ അറിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതുവഴിയായിട്ടും കുറച്ച് വ്യൂസ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഇൻസിഡന്റോട് കൂടിയിട്ട് അൺസബ് ചെയ്ത് പോയവരുടെ എണ്ണവും കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു ചാനലൊക്കെ ആകുമ്പോൾ ഒരു 10, 20, 25 പേര് അൺസബ് ചെയ്ത് പോയതുകൊണ്ടും അത് നിങ്ങൾക്ക് ബാധിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇതിനകത്ത് 2 പേരുടെയും ഭാഗത്ത് തെറ്റുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വശം. പക്ഷേ അരുണിമ നിങ്ങളിങ്ങനെ ട്രാവലൊക്കെ നടത്തുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെയൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നെഗറ്റീവ് ഇമേജ് വരുന്ന രീതിയിലുള്ള വീഡിയോസ് ഇനിയും ചെയ്യാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ഒരു വോയിസ് ഞാൻ കേൾക്കാനായിട്ട് ഇടയായി, അതായത് ഇന്ന് നമ്മളെ താഴെ ഇടുന്നവർ 3, 4, 5 കൊല്ലം കഴിയുമ്പോൾ നമ്മളെ പൊക്കി പറഞ്ഞോളും എന്നുള്ളത്. ആ ഒരു വിശ്വാസം നല്ലത് തന്നെയാണ്. എനിവേ വീണ്ടും ഇതുപോലെ പുതിയ രാജ്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ ആ ഫാമിലിക്ക് ഉണ്ടായ നെഗറ്റീവ് ഇമേജ് എന്തായാലും അതൊരു പോസിറ്റീവ് ടു ന്യൂട്രൽ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇവിടുത്തെ കൾച്ചർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാതെ വീഡിയോസ് ചെയ്തവർക്കും അതിന് റിയാക്ട് ചെയ്തവർക്കും അതിന് അനുബന്ധിച്ച് കമൻറ്റ് ഇട്ടവർക്കും ഒക്കെ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുവാണെന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.